അങ്ങനെ 3 ദിവസത്തിലേറെയായി തുടർന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കെല്ലാം കർണാടകയിൽ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളെല്ലാം ഒഴിവായിരിക്കുന്നു. ഇപ്പോൾ കൃത്യമായ തീരുമാനം വന്നിരിക്കുന്നു. യെദ്യൂരപ്പ രാജിവെച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അദ്ദേഹം കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിക്കാൻ സാധിക്കില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് രാജിവെച്ചിരിക്കുന്നു. 3 ദിവസത്തിലേറെയായി നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കാണ് ഇതോടുകൂടി പരിസമാപ്തിയാകുന്നത്. താൽക്കാലികമായെങ്കിലും അദ്ദേഹം 55 മണിക്കൂർ നേരം മുഖ്യമന്ത്രിയായി തുടരുകയും അതിനുശേഷം രാജി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് അല്പസമയം മുമ്പ് നമ്മൾ കർണാടക നിയമസഭയിൽ കണ്ടത്. വളരെ വികാരനിർഭരമായ പ്രസംഗത്തോടു കൂടിയായിരുന്നു അദ്ദേഹം തൻ്റെ രാജി പ്രഖ്യാപിച്ചത്. കർണാടകയിൽ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനാണ് ഞങ്ങളുടെ ആഗ്രഹം അതായിരുന്നു. പാവപ്പെട്ടവനും അതോടൊപ്പം തന്നെ കർഷകനും അധസ്ഥിത വിഭാഗത്തിനും വേണ്ടി വലിയ പദ്ധതികൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ JDS കോൺഗ്രസ് കൂട്ടുകെട്ട് വന്നതോടുകൂടി അതൊന്നും നടപ്പാക്കാനാവാതെ ഞങ്ങൾ പിന്നോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ രാജിവെക്കുകയാണ് എന്ന് പരോക്ഷമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ രാജിപ്രഖ്യാപനം നടത്തിയത്. ഏതാണ്ട് 10 മിനിറ്റിലേറെ നീണ്ടുനിന്ന ആ രാജിപ്രഖ്യാപനത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ സിദ്ധരാമയ്യ അതിനെ എതിർത്തിരുന്നുവെങ്കിലും സ്പീക്കറുടെ അനുമതിയോടുകൂടിയാണ് അദ്ദേഹം തൻ്റെ രാജിപ്രഖ്യാപനം പൂർത്തിയാക്കിയത്. അതായത് ആദ്യമായി വിശ്വാസ വോട്ടെടുപ്പിലേക്ക് കടക്കുന്ന നിമിഷം യെദ്യൂരപ്പ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ സിദ്ധരാമയ്യ ആദ്യം പറഞ്ഞത് നേരിട്ട് വിശ്വാസ വോട്ടെടുപ്പിലേക്ക് കടക്കൂ, പ്രസംഗം വേണ്ട എന്നായിരുന്നു. പക്ഷേ ഇതിനെ സ്പീക്കർ തടയുകയും യെദ്യൂരപ്പയോട് സംസാരിക്കാൻ അനുമതി കൊടുക്കുകയും ചെയ്തതോടുകൂടിയാണ് അദ്ദേഹം ഇത്രയും വിശദമായ ഒരു പ്രസംഗം നടത്തിയത്. ഏതാണ്ട് രാജിപ്രഖ്യാപനം എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു പ്രസംഗമായിരുന്നു അത്. അദ്ദേഹം കൃത്യമായി പറഞ്ഞത് സംസ്ഥാനത്തിനായി തൻ്റെ ജീവിതം നൽകും എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ രാജി പ്രഖ്യാപിച്ചത്. മാത്രവുമല്ല, കർഷകർക്കും അതോടൊപ്പം പിന്നോക്കക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി ഞങ്ങൾ നിലകൊള്ളും, അവർക്ക് വേണ്ടി നിരവധി പദ്ധതികൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ഇത്രയും കാലം സിദ്ധരാമയ്യ കർണാടകയിൽ ഭരിച്ച കാലത്തൊന്നും ഈ പറയുന്ന അധസ്ഥിത വിഭാഗങ്ങൾക്ക് യാതൊരു നേട്ടവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവർക്കെല്ലാം വലിയ തോതിലുള്ള നേട്ടം നൽകാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം. പക്ഷേ അത് നടപ്പായില്ല എന്ന ഒരു ഖേദത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം പ്രസംഗിച്ച് പോയത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമിതമായൊരു ആത്മവിശ്വാസത്തോടു കൂടി ഇന്ന് വൈകിട്ട് 5 മണിക്ക് കർണാടകയിൽ ആഘോഷം നടത്താനായി അണികൾക്ക് യെദ്യൂരപ്പ രാവിലെ നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് എന്തായാലും ജയിക്കുമെന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ തനിക്ക് സാധിക്കുമെന്ന ഒരു അമിത ആത്മവിശ്വാസം അദ്ദേഹത്തിന് രാവിലെ മുതൽ തന്നെ പ്രകടമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന കാലം മുതൽ തന്നെ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ ചൂടാകുന്ന ആ സമയത്ത് തന്നെ അദ്ദേഹം താൻ മുഖ്യമന്ത്രിയാകുമെന്ന് പലതവണ പ്രസംഗിച്ചിരുന്നു. എന്തായാലും വിജയം എനിക്കായിരിക്കുമെന്ന് അദ്ദേഹം പലതവണ പറഞ്ഞിരുന്നു. മാത്രവുമല്ല, വോട്ടെണ്ണൽ കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ 17-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും അതിനായി ഞങ്ങൾ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നതിനായി ഞാൻ ഡൽഹിയിലേക്ക് പോകുമെന്നുമെല്ലാം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ആത്മവിശ്വാസം അദ്ദേഹം പാലിക്കുകയും ചെയ്തു. 17-ാം തീയതി ആ വാക്ക് പ്രകാരം അദ്ദേഹം ഗവർണറുടെ ആനുകൂല്യത്തോടു കൂടിയാണെങ്കിൽ പോലും സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹത്തിന് വലിയ തോതിലുള്ള തിരിച്ചടികൾ കിട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിനിടെ 5 നിർണായക ഫോൺ വിളികളും അല്ലെങ്കിൽ ഫോൺ കോളുകളും കോൺഗ്രസ് നേതാക്കൾ പുറത്തുവിട്ടു. അതായത് മറുകണ്ഠം ചാടുന്ന MLA-മാർക്ക്, JDS-ൽ നിന്നും കോൺഗ്രസിൽ നിന്നോ BJP-ക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന ഓപ്പറേഷൻ താമര വിജയിപ്പിക്കാൻ സഹായിക്കുന്ന MLA-മാർക്ക് കോടികൾ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള 5 പ്രധാനപ്പെട്ട ഫോൺ കോളുകളും ഇതിനിടെ കോൺഗ്രസ് പുറത്തുവിടുകയുണ്ടായി. ഇതും BJP അവിടെ രാഷ്ട്രീയമായ കുതിരക്കച്ചവടമാണ് നടത്തുന്നത് എന്നതിൻ്റെ തെളിവായി തന്നെ മാറി. ഇതും അവസാന ഘട്ടത്തിൽ വലിയ തോതിൽ ചർച്ചകളായിരുന്നു. സർവേ പ്രവചനം ആദ്യഘട്ടത്തിൽ കോൺഗ്രസിന് അനുകൂലമായിരുന്നുവെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയില്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP കർണാടകയിൽ മാറിയത് BJPയെ സംബന്ധിച്ച വലിയൊരു നേട്ടമായിരുന്നു. 40 സീറ്റിൽ നിന്ന് 104 സീറ്റിലേക്ക് BJP വിജയിച്ചു കയറുന്ന കാഴ്ചയാണ് കർണാടകയിൽ കണ്ടത്. പക്ഷേ പിന്നീട് ആ ചാണക്യതന്ത്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തൊരു കാഴ്ചയാണ് കണ്ടത്. ഗോവയിലും മണിപ്പൂരിലും BJP കോൺഗ്രസിനെതിരെ പയറ്റിയ അതേ തന്ത്രങ്ങൾ വളരെ വേഗത്തിൽ JDS-ഉം കോൺഗ്രസും സഖ്യമുണ്ടാക്കി BJPക്കെതിരെ പയറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കർണാടകയിൽ കണ്ടത്. അതിൽ പതറിയ BJPക്ക് പിന്നീട് അതിൽ തിരിച്ചു കയറാനുള്ള ഒരു സാഹചര്യം കർണാടകയിൽ അതുവരെയും ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്നായിരുന്നു കുമാരസ്വാമിക്ക് മുഖ്യമന്ത്രി പദം വാഗ്ദാനം ചെയ്തുകൊണ്ട് കോൺഗ്രസ് JDS-ഉമായി സഖ്യമുണ്ടാക്കിയത്. ആ സഖ്യം ഉണ്ടാക്കാനുള്ള നീക്കം BJPയെ സംബന്ധിച്ച് വളരെ പുതുമയുള്ളതോ അല്ലെങ്കിൽ വളരെ ഞെട്ടിക്കുന്നതോ ആയിരുന്നു. അതിനുശേഷം സുപ്രീം കോടതിയുടെ കൂടി ഗവർണറുടെ സഹായത്തോടു കൂടി അധികാരം നിലനിർത്താൻ BJP ശ്രമിക്കുകയും സത്യപ്രതിജ്ഞ നടത്തുകയും ചെയ്തിരുന്നു. ഗവർണർ 15 ദിവസമാണ് കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്താനായി നൽകിയതെങ്കിൽ കോൺഗ്രസും JDS-ഉം സുപ്രീം കോടതിയെ സമീപിച്ചതോടുകൂടി ആ 15 ദിവസം എന്നുള്ള എണ്ണം
സുപ്രീം കോടതി കുറയ്ക്കുകയും വളരെ വേഗത്തിൽ തന്നെ നടപ്പാക്കണമെന്ന് വിശ്വാസ വോട്ടെടുപ്പ് നടപ്പാക്കണമെന്ന് പറയുകയുമായിരുന്നു. അവിടെയാണ് ബി ജെ പിക്ക് ആദ്യത്തെ അടി കിട്ടിയത്. പിന്നീട് MLA-മാരെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് പല രീതിയിലുണ്ടായെങ്കിലും അതൊന്നും കോൺഗ്രസിൻ്റെയോ JDS-ൻ്റെയോ MLA-മാർ ചെവിക്കൊണ്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് അവസാനം വരെ പോരാടി, അല്ലെങ്കിൽ അവസാനം വരെ MLA-മാരെ വിലക്കെടുക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തി ഒടുവിൽ ബി ജെ പിക്ക് പിന്തിരിയേണ്ടി വന്നത്, രാജ്യപ്രഖ്യാപനം നടത്തേണ്ടി വന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി JDS കോൺഗ്രസ് സഖ്യത്തിന് വിശ്വാസ വോട്ടെടുപ്പ് നടത്തേണ്ടി വരും, അല്ലെങ്കിൽ വിശ്വാസം തെളിയിക്കേണ്ടി വരും നിയമസഭയിൽ. അതിനിടയിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങൾ BJP നടത്തുമോ എന്ന കാര്യം കൂടി ഇതോടൊപ്പം പരിഗണിക്കേണ്ടതാണ്. കാരണം ഇത്രയും MLA-മാരെ പല രീതിയിൽ ക്യാൻവാസ് ചെയ്യാൻ BJP നേതാക്കൾ ശ്രമിക്കുന്നു എന്നതിൻ്റെ തെളിവുകൾ ഓഡിയോ റെക്കോർഡുകളായടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് കുമാരസ്വാമി ഗവൺമെൻറ്റിന് വിശ്വാസം തെളിയിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടാതിരിക്കാൻ ഏതെങ്കിലും തരത്തിൽ BJP ഇടപെടുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇനിയും രാഷ്ട്രീയ നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്തായാലും ഇദ്ദേഹത്തെ സംബന്ധിച്ച്, യെദ്യൂരപ്പയെ സംബന്ധിച്ച് ഇത് 3-ാം തവണയാണ് ഇദ്ദേഹം ഇത്തരത്തിൽ രാജി പ്രഖ്യാപിക്കുന്നത്. 2007-ൽ ജനതാദൾ പിന്തുണയോടെ മുഖ്യമന്ത്രിയാകാമെന്ന് വിചാരിച്ചുകൊണ്ട്, അധികാരത്തിൽ തുടരാമെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തി. പക്ഷേ അദ്ദേഹത്തിന് ജനതാദളിൻ്റെ പിന്തുണ കിട്ടാതായതോടുകൂടി അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. 2008-ൽ മുഖ്യമന്ത്രിയായപ്പോൾ പിന്നീട് വന്ന അഴിമതി കേസിൽ കുടുങ്ങിയാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത്. ആ സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം ജയിലിലാവുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് 3-ാമതായി വെറും 55 മണിക്കൂർ മാത്രം മുഖ്യമന്ത്രിയായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത്. എന്തായാലും ദേശീയ തലത്തിൽ തന്നെ BJPക്ക് വലിയ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കർണാടകയിലുള്ളത്. അമിത്ഷായുടെ ചാണക്യതന്ത്രമെന്നും മറ്റും വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ കിട്ടി എന്ന രീതിയിൽ വിജയമാണെങ്കിൽ പോലും അധികാരം നിലനിർത്തുക എന്ന കാര്യത്തിൽ ഗോവയിലും മണിപ്പൂരിലുമെല്ലാം വിജയിച്ച അമിത്ഷായുടെ ചാണക്യതന്ത്രം ഓപ്പറേഷൻ താമര ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് നിലവിൽ കർണാടകയിൽ കാണാൻ സാധിക്കുന്നത്. ഇത് ദേശീയ തലത്തിൽ തന്നെ BJPക്കെതിരായ ചർച്ചകൾക്ക് വലിയ തോതിൽ ആക്കം കൂട്ടുമെന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ കുമാരസ്വാമിയുടെ ഗവൺമെൻറ്, അല്ലെങ്കിൽ കുമാരസ്വാമി വിശ്വാസം തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നതുവരെയാണ് ഈ ചർച്ചകൾക്ക് ആയുസുള്ളൂ. അദ്ദേഹം സഭയിൽ അദ്ദേഹത്തിന് വിശ്വാസ വോട്ടെടുപ്പിൽ ഇനി അടുത്ത ഇതിൽ JDS കോൺഗ്രസ് സഖ്യത്തിന് വിശ്വാസം തെളിയിക്കാനാകുന്നതുവരെ BJPയുടെ ഈ അവസ്ഥ വലിയ തോതിൽ ചർച്ചയാകും. BJP രാഷ്ട്രീയ കുതിരക്കച്ചവടങ്ങൾ നടത്തുന്നു എന്ന ആരോപണം സജീവമായ സാഹചര്യത്തിൽ ഇനി ഒരു അട്ടിമറിക്കുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല.